അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മഴ കേട്ടോ. അപ്പോൾ ഇന്നാണ് ഈ കല്യാണത്തിന് പോകണം കേട്ടോ. കല്യാണം നമ്മൾ ചേരാനല്ലൂരാണ് പോകേണ്ടത്. ഒരു ഇച്ചിരി ദൂരം പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മഴ ആയതുകൊണ്ട് തന്നെ വേഗം ചായ അടുപ്പത്ത് വെച്ച് ഒരു ഗ്ലാസ് ചായ തിളപ്പിച്ച് അങ്ങോട്ട് കുടിച്ചാൽ നല്ല ഒരു ഉഷാർ വരുള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി വെക്കാൻ വേണ്ടി സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. വാട്ടിയെടുത്തതിന് ശേഷം എല്ലാ പൊടികളും കൂടി അങ്ങോട്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി മാറ്റി വെച്ചിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഇളക്കിയതിന് ശേഷം ചിക്കൻ കഴുകിയതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഒരു 6 to 7 മിനിറ്റ് വരെ നല്ലപോലെ വെള്ളമൊന്നും ഒഴിക്കാതെ ചിക്കൻ ആ മസാലയിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കുടിക്കാനുള്ള വെള്ളം കൂടി തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അതും മാറ്റി വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കല്യാണത്തിന് കൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ നാളെ ഇത് വെച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പണിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നാളത്തേക്കുള്ള കറിയുമായി. അതിപ്പോൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചാലും മതിയാവുമല്ലോ. പിന്നെ രാത്രി വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. 11 മണിയായപ്പോൾ മഴ ഒന്ന് തോർന്നിട്ടുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത മഴക്കാറായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇപ്പം പെയ്യും എന്നുള്ള രീതിയിലാണ് കേട്ടോ. ആകാശം നോക്കിയിട്ട് മനസ്സിലായത് ഒരു 6 മണിയായ പ്രതീതിയിലാണ് 11 മണി നോക്കിയപ്പോൾ കണ്ടത്. എന്നാലും ഞാൻ വിചാരിച്ചു ഇനി ടെൻഷൻ അടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. എന്തായാലും കല്യാണത്തിന് പോകാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ വലിയ ടെൻഷൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പത്തിരിയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചായയും കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് അതും വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചിക്കൻ കറി നല്ലപോലെ തിളച്ച് മറിഞ്ഞ് റെഡി ആവാറായി വന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഒരുങ്ങി ഞങ്ങളെല്ലാവരോടും കല്യാണത്തിന് പോയിട്ട് ഇവിടുന്ന് പോയപ്പോൾ യൂബറിനാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിക്കാഹാണ്. അപ്പോൾ ചെക്കനും ചെക്കൻ്റെ വാപ്പ എല്ലാവരും കൂടി നിക്കാഹിന് ഉസ്താവുമാരൊക്കെ ഉണ്ട് സ്റ്റേജിൽ. അവരൊക്കെ അങ്ങനെ ഇരുന്നിട്ട് അവിടെ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ ആൾക്കാരോടെ ഭക്ഷണം കഴിക്കാൻ തിരക്കാണ്. അപ്പോൾ ഞാൻ പറയും ഇപ്പം എന്തായാലും അങ്ങോട്ട് പോകണ്ട, നല്ല തിരക്കുണ്ട്, തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ എന്നിട്ട് പോയി ഭക്ഷണം കഴിക്കാം. അപ്പോഴത്തേക്കും പെണ്ണൊക്കെ വരുമല്ലോ, പെണ്ണിനെയൊക്കെ കണ്ടിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരുന്നോട് തന്നെ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ ഇതിലിപ്പോൾ ഈ ഹോളിൽ അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ളൊരു ഹോളാണ്. തട്ടാമ്പടിക്കുള്ള ചേരാനല്ലൂർ തട്ടാമ്പടിക്കാണ് കേട്ടോ ഹോള്. നല്ല എന്താ പറയുക എല്ലാത്തിനുമുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോളാണ്. പിന്നെ അതേ ഒരു സൈഡിൽ അവർ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വിളമ്പുന്നുണ്ട്. ഞാൻ ഐസ്ക്രീമിൻ്റെ സൈഡിലേക്ക് അധികം പോയില്ല കേട്ടോ. കാരണം ഫൈഹാക്ക് നല്ല ചുമയായിട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇടുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ ഒരു സൈഡിൽ അവർ വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങൾ അതൊക്കെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഒരു 12:30 ആയപ്പോഴേക്കും മഴക്കാറൊക്കെ മാറി നല്ല വെയിലായി വന്നിട്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ക്യാമറയുടെ കണ്ണ് പോലെ അടിച്ചു പോകുന്ന രീതിയിലുള്ള വെയിലായിരുന്നു. പക്ഷേ കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കണോണ്ട് അസുഖം കഴിഞ്ഞിട്ട് ആർക്കും നേരമില്ലതാനും. അങ്ങനെ ദേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിനെയൊക്കെ കൊണ്ടുവന്നിട്ട് സ്റ്റേജിലേക്ക്. പെണ്ണ് ദേ വന്ന് സ്റ്റേജിൽ കയറി. അങ്ങനെ അവരുടെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ ഫാമിലിയൊക്കെ ആയിട്ട് കയറി ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വാപ്പച്ചിയുടെ അടുത്തും ഉമ്മച്ചിയുടെ അടുത്തും അതേപോലെ എല്ലാവരോടും പറയായിരുന്നു നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളെന്താ കയറിപ്പോയി ഫോട്ടോ എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയാണ് ഞങ്ങളെ വിളിച്ചതാണ്, ഞങ്ങൾ പോയില്ല ഫോട്ടോ എടുക്കാനായിട്ട്, ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കേണ്ടത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, പണ്ടത്തെ പോലെ ആർക്കും വലിയ അറ്റാച്ച്മെൻറ്റും സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ല. ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടും. അത് കഴിയുമ്പോൾ അവരവരുടെ കാര്യം നോക്കി എല്ലാവരും പോകും കേട്ടോ. അങ്ങനെ വലിയ ആത്മാർത്ഥത സ്നേഹമൊന്നും ഒരാളിലും ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. പിന്നെ നമ്മൾ മെയിനായിട്ട് പോകുന്ന നമ്മുടെ ലക്ഷ്യം ഭക്ഷണം കഴിക്കുക, തിരിച്ചു വരാം. ചെക്കനെയും പെണ്ണിനെ ഒന്ന് കാണാം, ഭക്ഷണം കഴിക്കുക, തിരിച്ചു വരാം, ഇത്രയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ചെക്കനെയും പെണ്ണിനെയും കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ചെന്ന് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം അവിടെ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പുറകിൽ ചെന്നിട്ട് നിന്ന് കഴിയുമ്പോൾ പ്രശ്നം, ഇരുന്ന് കഴിക്കണമൊക്കെ സമാധാനമായിട്ട് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടി ഉണ്ടാവും. അപ്പോൾ എനിക്ക് പുറകിൽ പോയി നിൽക്കണ കാര്യം വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ എല്ലാവരും നിന്ന കൂട്ടത്തിൽ ഞാനും നിന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ മാറി നിന്നിട്ട് എല്ലാവരും കഴിക്കുമ്പോൾ എനിക്ക് സീറ്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കണ്ടേ. നല്ല ജനമുള്ള കല്യാണം എഴുതിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഹോള് നിറയും. ഇതിലിരട്ടി ഭക്ഷണം കഴിക്കണോടത്ത് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ത് പറയാനാ, നമുക്ക് എന്തായാലും കഴിച്ചല്ലേ പറ്റുമോ. അങ്ങനെ വേഗം ഭക്ഷണം കഴിക്കാനൊക്കെ പോയി ക്യൂ നിന്ന് സീറ്റൊക്കെ പിടിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ് നമ്മൾ കേട്ടോ. അപ്പോൾ പുടിമോൻ ഫുഡൊക്കെ കഴിച്ചതേ ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ പുടിമോൻ ഞാൻ ഫോൺ കൈമാറിയിട്ട് പറഞ്ഞു നീ ഒന്ന് വീഡിയോ എടുത്ത് തടാന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ ഉമ്മി കഴിച്ചോ, ഞാൻ വീഡിയോ എടുത്തോളാന്ന് പറഞ്ഞപ്പോൾ അവൻ മരമണ്ടൻ പുറകിൽ വന്ന് നിന്നിട്ടാണ് വീഡിയോ എടുത്തിട്ടാ. അപ്പം ഞാൻ പറഞ്ഞിട്ട് പുടിമോനെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുക. ഫ്രണ്ടിലാണെങ്കിൽ നിന്ന് എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അവരാണെങ്കിൽ അവിടെ അവർക്ക് സെർവ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കണമായിരുന്നു. അപ്പം ഞാൻ തന്നെ സെൽഫി എടുത്തിട്ട് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തു. അങ്ങനെ
നമ്മൾ കല്യാണത്തിന് പോയ ചെക്കനാണെങ്കിൽ ഡോക്ടറായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാർ ഇവിടെ കിടക്കുന്നത് പെണ്ണ് വന്ന കാറും ഒരെണ്ണം ചെക്കൻ വന്ന കാറുമാണ്. അങ്ങനെ ഞങ്ങൾ ഇതേ ഫുഡൊക്കെ കഴിച്ച് വേഗം ഇറങ്ങി. ഐസ്ക്രീമിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസ്ക്രീമിൻ്റെ സൈഡിലേക്കും വെൽക്കം ഡ്രിങ്കിൻ്റെ സൈഡിലേക്കൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പിന്നെ അധികം നേരം നിൽക്കാൻ നിന്നില്ല. വേഗം ബസ് ഓടിച്ച് എടപ്പള്ളിയിൽ വന്ന് ഇറങ്ങിയിട്ട് ഇതേ ലുലുവിൻ്റെ പാർക്കിങ്ങിലൂടെ നടക്കുന്ന ഇതാണ് കേട്ടോ. ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് വേഗം കയറാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ വേഗം പോയി മെട്രോൻ്റെ ടിക്കറ്റൊക്കെ എടുത്തു. മെട്രോ ടിക്കറ്റ് എടുത്ത് പിന്നെ മെട്രോയിലേക്ക് കയറിയാൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഏകദേശം വീടെത്താൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം പോയി. പിന്നെ പൊടിമോൻ ഇന്ന് വീഡിയോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. പാവം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റൂലല്ലോ. ഒരാളെടുത്ത് തന്നത് നമ്മൾ എടുക്കുന്നതും രണ്ടും രണ്ടാണല്ലോ. അങ്ങനെ പൊടിമോനെടുത്ത് ഞാൻ പറഞ്ഞു, ഉമ്മയുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞ് പൈസയൊക്കെ കിട്ടുമ്പോൾ നിനക്ക്, നീയാണ് എൻ്റെ വീഡിയോഗ്രാഫറെങ്കിൽ നിനക്ക് ഞാൻ പൈസയൊക്കെ തരും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുപ്പിച്ചത്. ഇത് മെട്രോ സ്റ്റേഷൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈവേ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. രാത്രിയിൽ ഇതിലും നല്ല ഭംഗിയാണ്.